നമസ്കാരം. രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് എന്നൊന്നും വിളിക്കാൻ സാധിക്കില്ല. കാര്യം ജനങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും സംസാരിക്കാറില്ല. എന്തെങ്കിലും പ്രശ്നം ഉന്നയിക്കേണ്ട സാഹചര്യം വന്നാൽ തന്നെ വിദേശ രാജ്യങ്ങളിൽ ടൂർ പോവുകയാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു ഹോബി. അതുകൊണ്ട് നമുക്ക് പ്രതിപക്ഷ നേതാവ് എന്ന് വിളിക്കാൻ സാധിക്കില്ല. എന്നാലും അങ്ങനെയാണല്ലോ വൈപ്പ്. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് എന്ന് തന്നെ പറയാം. പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലും രാഷ്ട്രീയ മര്യാദയുണ്ടോ? തന്റെ വ്യക്തിത്വത്തിൽ രാഷ്ട്രീയ മര്യാദ പുലർത്താറുണ്ടോ? ഒരിക്കലുമില്ല എന്ന് ഇന്നത്തെ ആ ഒരു സഭാ സമ്മേളനത്തിലൂടെ വ്യക്തമായിരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ദ്രൗപദി മുർമു എന്ന് പറയുന്ന നമ്മുടെ രാഷ്ട്രപതി, അപ്പോൾ നമ്മുടെ രാഷ്ട്രപതി സഭയിൽ ബജറ്റ് സമ്മേളനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗം നടത്തുകയാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ദ്രൗപദി മുർമു എന്ന് പറയുന്ന രാഷ്ട്രപതി നമ്മുടെ പ്രഥമ പൗരയാണെന്നുള്ളൊരു ചിന്തയോ, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ആ ഒരു സമ്മേളനത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ എന്നൊന്നും പോലെ തിരക്കാതെ പ്രതിപക്ഷ നേതാവാണെന്ന് പറഞ്ഞ് അഭിനയിച്ച് നടക്കുന്ന രാഹുൽ ഗാന്ധി സഭയുടെ നടുത്തളത്തിലേക്ക് ഇറങ്ങുന്നു. കൂടെ കോൺഗ്രസിലുള്ള തങ്ങളുടെ വാലുകളെയും പ്രതിപക്ഷത്തുള്ള വാലുകളെയും കൂടെ കൊണ്ടിറക്കുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സംസാരിക്കുവാൻ സമ്മതിക്കാതെ അവിടെ അലങ്കോലപ്പെടുത്തുകയാണ്. സഭാ സമ്മേളനം, അതായത് ബജറ്റ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചുള്ള സഭാ സമ്മേളനമാണ്. ആ സഭാ സമ്മേളനം ഒന്നടങ്കം നശിപ്പിക്കുകയാണ്, ബഹളം വെച്ച് അലങ്കോലപ്പെടുത്തുകയാണ്. എന്തെങ്കിലും രാഷ്ട്രീയ മര്യാദ അത് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനുണ്ടോ? പോട്ടെ, രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തിക്കുണ്ടോ? കാര്യം പ്രഥമ പൗരയാണ്, നമ്മുടെ രാജ്യത്തിന്റെ പ്രഥമ പൗരയായിട്ടുള്ള രാഷ്ട്രപതി സംസാരിക്കുകയാണ്, ദ്രൗപദി മുർമു സംസാരിക്കുകയാണ്. അതും ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ സാധ്യമാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ബജറ്റ് സമ്മേളനത്തിന്റെ തുടക്കമാണ്. ആമുഖം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി നിന്ന് അലങ്കോലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സഭാ സമ്മേളനത്തെ ഇല്ലാതാക്കുക എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനം കോൺഗ്രസും പ്രതിപക്ഷ നേതാവായിട്ടുള്ള പ്രതിപക്ഷ സംഘടനകളെല്ലാം കൂടി ചേർന്ന് ആ നടുത്തളത്തിൽ, സഭയുടെ നടുത്തളത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. എന്ത് രാഷ്ട്രീയ മര്യാദയാണ് രാഹുൽ ഗാന്ധിക്കുള്ളത്? ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരാണ് ജനപ്രതിനിധികൾ എന്നാണ് പറഞ്ഞിട്ടുള്ള ഒരു വൈപ്പ്. പക്ഷേ ഇവിടെ അങ്ങനെയാണോ കാര്യങ്ങൾ നടക്കുന്നത്? ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെ കുപ്പായം ധരിച്ച് നടക്കുന്ന രാഹുൽ ഗാന്ധി ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കേണ്ട സാഹചര്യങ്ങളിലൊക്കെയും വിദേശ രാജ്യങ്ങളിൽ ടൂറിലാണ്. നമ്മൾ തന്നെ ഈയിടയ്ക്ക് ഒരു കാഴ്ച കണ്ടായിരുന്നു. സ്റ്റാൻഡിട്ട് വച്ചേക്കുന്ന ഒരു ബൈക്കിന്റെ പുറത്തുള്ള രാജ്യത്താണ്, ബൈക്കിന്റെ ഒരു മോഡേൺ ബൈക്കിന്റെ പുറത്ത് കയറിയിരുന്ന് ഒരു സ്പോർട്സ് ബൈക്കിന്റെ പുറത്ത് കയറുന്ന ഫോട്ടോ എടുക്കുന്നു. ആ സാഹചര്യത്തിൽ ഇവിടെ നാട്ടിൽ ഭാരതത്തിനകത്ത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പല സംവിധാനങ്ങൾക്കും വേണ്ടിയിട്ട് ആ സഭയ്ക്കകത്ത് സംസാരിക്കേണ്ട രാഹുൽ ഗാന്ധിയാണ് ഇത്തരത്തിൽ പുറത്തൊരു രാജ്യത്തിൽ പോയി കോപ്രായങ്ങൾ കാണിച്ചിട്ട് ഫാൻസി ഡ്രസ് എടുക്കുക, അതുപോലെ തന്നെ ഞാൻ എന്തോ സിമ്പിളനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെന്ന് തട്ടുകടകളിൽ പോയി ആഹാരം കഴിക്കുക. പക്ഷേ ഈ ആഹാരം കഴിക്കൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ കറങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും രാഹുൽ ഗാന്ധി ഇതുവരെയും സംസാരിച്ചിട്ടുമില്ല, ഇനി സംസാരിക്കുമില്ല. ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു ഇടയ്ക്കാണ്. അല്ലെങ്കിൽ തന്നെ നമുക്ക് ചിന്തിക്കാം, കേരളത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ സംസാരിക്കേണ്ട സാഹചര്യം വന്നു. വയനാട് കടുവ ഇറങ്ങിയ സാഹചര്യം ഉണ്ടായി. വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സംസാരിക്കാൻ രാഹുൽ ഗാന്ധി സഭാ സമ്മേളനങ്ങളിൽ പങ്കെടുത്തതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അതുപോലെ തന്നെയാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന പോക്കൃത്തരം, തെമ്മാടത്തരം. ഈ തെമ്മാടത്തരത്തിനെതിരെ കൃത്യമായി സോഷ്യൽ മീഡിയ പ്രതികരിക്കുന്നുണ്ട്. അതായത് ദ്രൗപദി മുർമു എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രപതിയാണ്. രാഷ്ട്രീയം ഏത് രാഷ്ട്രീയമായിക്കൊള്ളട്ടെ, ബജറ്റ് സമ്മേളനങ്ങളിൽ അത് കൃത്യമായും രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ബജറ്റ് സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുന്നതും. അതിലെ പ്രധാനപ്പെട്ട അജണ്ടകളെല്ലാം രാജ്യത്തിനകത്തുള്ള വികസന പ്രവർത്തനങ്ങളെ, രാജ്യത്തിനെ എങ്ങനെ മുന്നോട്ട് നയിക്കാം, രാജ്യത്തിനെ വികസിത രാഷ്ട്രമായിട്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു ചർച്ച തന്നെയായിരിക്കും കൂടുതലും ബജറ്റ് സമ്മേളനങ്ങളിൽ അംഗീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അത് തുടങ്ങുന്ന സമയത്ത് ദ്രൗപദി മുർമു എന്ന് പറയുന്ന രാജ്യത്തിന്റെ രാഷ്ട്രപതി, പ്രഥമ പൗര സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ സഭാ സമ്മേളനം തടസ്സപ്പെടുത്തുവാൻ എന്ത് യോഗ്യതയാണ് രാഹുൽ ഗാന്ധിക്കുള്ളത്, അല്ലെങ്കിൽ എന്ത് രാഷ്ട്രീയ മര്യാദയാണ് രാഹുൽ ഗാന്ധിക്കുള്ളത് എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. ചിന്തിക്കുക, രാഹുൽ ഗാന്ധി സഭയ്ക്കകത്ത് കയറി ഇരിക്കുന്ന സമയം മുതൽ ആ സഭയിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വരുന്നത് വരെ കൃത്യമായിട്ടുള്ള ശമ്പളം കൈപ്പറ്റുന്നുണ്ട്. ഈ ശമ്പളം ആരാണ് കൊടുക്കുന്നത്? സാധാരണക്കാരായി രാഹുൽ ഗാന്ധിയൊക്കെ ജയിപ്പിച്ചു വിട്ട ജനങ്ങളുടെ ടാക്സ് എടുത്താണ് ഇവർക്കുള്ള ശമ്പളം. മണിക്കൂറിനാണ് ശമ്പളം കൊടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള അലവൻസ് എല്ലാം വാങ്ങിച്ചിട്ട് ഇത്തരത്തിൽ സഭാ സമ്മേളനം നടക്കുന്ന സാഹചര്യത്തിൽ, അതും ബജറ്റ് സമ്മേളനത്തിന്റെ തുടക്കമാണ്, ആ തുടക്ക സമയത്ത് തന്നെ ഇത്തരം അലങ്കോല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടെങ്കിൽ ഒന്നുറപ്പിക്കാം, സഭാ സമ്മേളനങ്ങൾക്ക് അകത്തേക്ക് ഇവർ വരുന്നത് തന്നെ ഇവർക്ക് പ്രത്യേകിച്ച് പറയുവാനൊന്നുമില്ല. കാര്യം എന്ത് തീരുമാനം നമ്മുടെ ഭരണകൂടം എടുത്താലും അത് കൃത്യമായി നമ്മുടെ നാടിന് വേണ്ടിയിട്ടായിരിക്കും. നമ്മൾ പിന്നെ എന്ത് ചെയ്യാനാണ് എന്നൊരു മട്ടിലാണ് സത്യത്തിൽ രാഹുൽ ഗാന്ധിയൊക്കെ നിൽക്കുന്നത്. എന്നാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ കോപ്രായങ്ങൾ അതിനകത്ത് കാണിക്കണമല്ലോ, അതിനു വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള കോപ്രായങ്ങളൊക്കെ പടച്ചുവിടുന്നത്. എന്തായാലും ശരി, എന്ത് രാഷ്ട്രീയ മാന്യതയാണ് രാഹുൽ ഗാന്ധിക്ക് ഉള്ളത് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം അലയടിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം.